ഷാലീസ് ഫുഡ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കുറച്ച് ബോൺലെസ് ചിക്കൻ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, അത് എരിവ് അനുസരിച്ചും ചേർക്കണം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് മല്ലിയില, പിന്നെ 3 മുട്ട, പിന്നെ ബ്രെഡ് പൊടിച്ചതും. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റാം. സവാളയൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. സമയം നമുക്ക് അല്പം ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ അത് ഇതിനകത്തോട്ട് ചേർക്കാം. ശേഷം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് അതും കൂടി ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ കട്ട്ലറ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പ് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ബോൾ ഷേപ്പിലെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തുക. ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കലക്കി വെച്ച മുട്ടയിലോട്ട് ഒന്ന് മുക്കുക. മുക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൗഡറിലോട്ട് ജസ്റ്റ് ഒന്ന് ഇടുക. തിളച്ചെണ്ണയിലോട്ടിടും. അതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.